എല്ലാം ഏകദേശം ഒരു 400 രൂപ താഴെയുള്ള സാധനങ്ങളാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് സാധനങ്ങൾ കടയിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചില സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ നോക്കുന്നതും കടയിൽ നോക്കുന്നതും വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം ഓൺലൈനിൽ നല്ല വ്യത്യാസം ഉള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങാറാണ് പതിവ്. റിട്ടേൺ ഉള്ളതാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഓക്കെ ആയില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ. അങ്ങനെ വാങ്ങി കുറച്ച് സാധനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. ഈ സെറ്റിയുടെ കവർ സെയിം മെറ്റീരിയൽ തന്നെ ഞാനൊരു ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അവർ വില പറഞ്ഞത് 600 എത്രയോ രൂപയായിരുന്നു വില പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ വെറുതെ ഒന്ന് ഓൺലൈനിൽ എത്രയാണ് പ്രൈസ് എന്നറിയാൻ വേണ്ടി നോക്കി. അതിന് പക്ഷേ 300 സംതിങ് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ മെറ്റീരിയൽ വന്നിട്ട് ഇനി അതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, കളർ പോകുന്നതാണോ ഒന്നും അറിയത്തില്ലല്ലോ. മെറ്റീരിയൽ വന്ന് നോക്കി ചെറുതായിട്ടൊരു തുമ്പ് നനച്ച് നോക്കിയിട്ടൊന്നും കളർ പോകുന്നൊന്നും ഇല്ലായിരുന്നു. കണ്ട അതേ സാധനം തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഇത് റിട്ടേൺ ചെയ്തില്ല. അതിനെ അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ സെറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് 2-3 ദിവസം കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് നോക്കിയിട്ടാണ് വീഡിയോ ഇടുന്നത്. വാഷ് ചെയ്തിട്ടൊന്നും തീരെ കളർ പോകുന്നില്ലായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിരുന്നു. രണ്ടാമത് വാങ്ങിയത് ദേ ഒരു ലിക്വിഡ് ഡിസ്പെൻസർ ആയിരുന്നു. ഇതും ഞാൻ ഷോപ്പിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നോക്കിയതിനെക്കാട്ടിലും ഓൺലൈനിൽ ഏകദേശം ഒരു 50 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈനിലത്തെ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ക്വാളിറ്റി വൈസ് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ വാങ്ങിച്ചു. ഈ ഒരു സാധനം അതിൻ്റെ കൂടെ ഫ്രീയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് ഞാൻ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വില വെച്ച് നോക്കുമ്പോൾ ഓൺലൈനിലായിരുന്നു കുറവ്. മെറ്റീരിയലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, അതേ സാധനം തന്നെ. ഇത് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ലിക്വിഡ് 2 ഒഴിച്ച് നോക്കി. ഇനി സോപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ സോപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടാൽ മതി. 2 സൈഡിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത് നമ്മൾ വാങ്ങിയ സാധനം. മൂന്നാമതായിട്ട് വാങ്ങിയത് ഈ ഒരു ചോപ്പറാണ്. പക്ഷേ ഈ ഒരു ചോപ്പർ എനിക്ക് തീരെ ശരിയായില്ല. ഞാനത് റിട്ടേൺ ചെയ്തു. ഇങ്ങനത്തെ ടൈപ്പ് ബ്ലേഡുള്ള ഈ ചോപ്പർ എനിക്കെന്തോ സെറ്റാവത്തില്ല. എല്ലാവർക്കും ചിലപ്പോൾ വേറെ പലരും ഉപയോഗിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 2-3 ചോപ്പർ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്. 2-3 എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനം തന്നെയാണ് 3 തവണ വാങ്ങിയതും. അത് ബട്ടർഫ്ലൈയുടെ ഒരു ചോപ്പറാണ്. അത് ഇതിൻ്റെ ബ്ലേഡ് ഇങ്ങനെ കുറച്ച് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിങ്ങനെ തെന്നി നീങ്ങുന്ന പോലെ ഇരിക്കുകയാണ്. മറ്റേത് ഉപയോഗിച്ചതുകൊണ്ട് ഇതിന് ഭയങ്കര താമസം പോലെ. അപ്പം ഞാൻ ആ സാധനം റിട്ടേൺ ചെയ്തു. എഗെയിൻ ഒരെണ്ണം വാങ്ങിയതും സെയിം അങ്ങനത്തെ ബ്ലേഡ് തന്നെയായിരുന്നു. പക്ഷേ ഫോട്ടോയിൽ കണ്ടപ്പോൾ ബ്ലേഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നതാണ് കാണിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും പഴയ ബട്ടർഫ്ലൈയുടെ തന്നെ ചോപ്പറാണ് വാങ്ങിയത്. എനിക്കിത് തന്നെ ശരിയാവത്തുള്ളൂ എന്ന് തോന്നുന്നു. ഇതിനകത്തിലാകുമ്പോൾ എനിക്ക് പടപടേന്ന് ജോലി കഴിയുന്നത് പോലെ തോന്നും. അപ്പം വീണ്ടും 2 എണ്ണം റിട്ടേൺ ചെയ്തിട്ട് ഇത് തന്നെയാക്കി. ഇതിന് ഞാൻ വാങ്ങുമ്പോൾ 350 എന്തോ ആയിരുന്നു. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ഞാൻ കൂടുതലും ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ്. എനിക്ക് ഷൂ വാങ്ങാൻ ഏറ്റവും കംഫർട്ടബിൾ ഓൺലൈൻ തന്നെയാണ്. ഷോപ്പിൽ പോയി വാങ്ങിയാൽ എനിക്ക് ശരിയാവത്തതേയില്ല. ഒന്നാമത് സൈസ് തന്നെയാണ്. സൈസ് ഇഷ്ടപ്പെടുന്നതിനൊന്നും സൈസും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 2-3 തവണയായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് ഷൂ വാങ്ങുന്നത്. പിന്നെ മീഷോയിൽ നിന്ന് ഒരു തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു, കുറേ നാൾ നിന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരെണ്ണം വാങ്ങി. അതൊരുമാതിരി പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ഞാനത് റിട്ടേൺ ചെയ്തിട്ടാണ് ഇത് വാങ്ങിയത്. ഇതേ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. ഇട്ടിട്ട് നടക്കാനൊക്കെ നല്ല കംഫർട്ടബിളായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയത് ഏകദേശം ഒരു 400 രൂപ താഴെയാണ് മിക്ക സാധനങ്ങളും. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമേ.